ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മോളിവുഡിലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ ഒന്നാണല്ലോ മമ്മൂട്ടി ചിത്രം കൂടിയായ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ. സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ലോഞ്ച് ഏകദേശം ഒരാഴ്ച മുന്നെയായിരുന്നു നടന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിലെ നായകൻ മമ്മൂട്ടി തന്നെ അന്ന് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ലോഞ്ചിന് പിന്നാലെ തന്നെ സിനിമയിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും ഒപ്പം തന്നെ സിനിമയിൽ തനിക്ക് പറ്റിയ പരിക്കുകളുടെ എണ്ണത്തിനെ കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ആ വീഡിയോ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ സംവിധായകന്റെയും ഒപ്പം തന്നെ തിരക്കഥാകൃത്തിന്റെയും വീഡിയോസ് ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. അത് കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നത്. സംവിധായകൻ വൈശാഖിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ടർബോ എന്ന സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമ എന്നതിലുപരി ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ സിനിമയാണ് എന്ന് കൂടിയാണ്. മമ്മൂട്ടി തന്നെ സിനിമയെക്കുറിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളെക്കുറിച്ചും തനിക്ക് പറ്റിയ സിനിമയുടെ പരിക്കുകളുടെ എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അതിനുമപ്പുറം വൈശാഖ് തന്നെ പറഞ്ഞിരിക്കുന്നത് മമ്മൂക്കിയെക്കുറിച്ച് ആദ്യമേ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സോറിയാണ്. കാരണം ഞാൻ അതുപോലെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു സിനിമയിലെ നായകനെയും ഇത്രയധികം കഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ വൈശാഖിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് മമ്മൂക്കിയുടെ കഷ്ടപ്പാടിനുള്ള ഫലം സിനിമയിൽ നിന്നും ലഭിക്കണമെന്ന് തന്നെയാണ്. എന്തായാലും ഏറ്റവും അവസാനത്തെ സിനിമകളിലെ കണ്ണൂർ സ്ക്വാഡിലും കഷ്ടപ്പാടിനെ കുറിച്ച് മമ്മൂക്ക പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ മേക്കിംഗ് വീഡിയോസിൽ ആ കഷ്ടപ്പാട് നിറഞ്ഞത് നാം കണ്ടതുമാണ്. വൈശാഖിന്റെ വാക്കുകളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നു. കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിനിടയിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങൾ കാണാനായിട്ട് ഇടയായ, ഒപ്പം തന്നെ ലാലേട്ടൻ വരെ വളരെയധികം ആക്ഷൻ രംഗങ്ങൾ ചെയ്ത, കാടുകളിലും മറ്റും ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ച പുലിമുരുകനിലെ നായകനേക്കാൾ കഷ്ടപ്പാടാണ് ടർബോയിലെ നായകൻ എന്ന് കൂടി വൈശാഖിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പുലിമുരുകനേക്കാൾ വമ്പൻ ആക്ഷൻ രംഗങ്ങളായിരിക്കും വൈശാഖിന്റെ തന്നെ ഏറ്റവും പുതിയ സിനിമയെ ടർബോയിൽ എന്നുകൂടിയാണ് വൈശാഖിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്തായാലും കഷ്ടപ്പാടിനുള്ള ഫലം ടർബോ എന്ന സിനിമയെ തീരെത്തട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഇതിനിടയിൽ ടർബോ 100 കോടി നേടിയെടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് സിനിമയുടെ അഭിപ്രായങ്ങൾ പോലെ ഇരിക്കുമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നിലവിൽ ആരാധക കമന്റുകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി സിനിമയായിട്ട് ടർബോ മാറും എന്ന ഒരു ആത്മവിശ്വാസം എല്ലാം തന്നെയാണ്. ഇപ്പോൾ ടർബോയുടെ ബോക്സ് ഓഫീസിനെ കുറിച്ച്, ബോക്സ് ഓഫീസ് ലക്ഷ്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് സമയമായിട്ടില്ല. എന്തായാലും ടർബോയുടെ റിലീസ് സമയത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളുമായിട്ട് വരാം. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ടാം.